في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ഭീകരമായ സംസ്കാരങ്ങളെ, അങ്ങനെ പറയാണ്, ഭീകരമായ സംസ്കാരങ്ങള്, ഭീതിതമായ കാര്യങ്ങൾ ചെയ്തിരുന്നവർ, ഇന്നത്തെ ക്രെയിനുകളോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് മലകളെ തുരന്ന് വീടുകളുണ്ടാക്കിയവര്. ഇന്ന് സൗദിയിലെ മദായിൻ സ്വാലിഹിൽ ചെന്നാൽ, അവിടെയാണ് അൽ ഉല എന്ന് പറയുന്ന സ്ഥലം. ഇപ്പത്തെ ജോർഡാനിലെ പെട്രയിൽ ചെന്നാൽ ഇപ്പോഴും അതിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. മലകൾ തുരന്നുണ്ടാക്കിയത്. വലീദ് ഇബ്നു മുഗീറയുടെ മുമ്പിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ ഫഖദ് അൻദർതുകും സാഇഖതൻ മിത്ല സാഇഖതി ആദിൻ വസമൂദ്, ആദിന്റെയും സമൂദിന്റെയും സമുദായങ്ങളെ, ആ സമൂഹങ്ങളെ എങ്ങനെയാണ് അല്ലാഹു തുടച്ചു നീക്കിയത്, അതുപോലെ നിങ്ങളെ തുടച്ചു നീക്കുമെന്ന് ഞാൻ കരാർ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് ഖുർആൻ പറഞ്ഞപ്പോ മുഹമ്മദ് നബിയെ മതി, നിർത്തണേ നിർത്തണേ നിർത്തണേ. ഇത് മനുഷ്യന്റെ വാക്കുകളല്ലല്ലോ. ഈ വൃക്ഷം ഭൂമിയിലേക്ക് ആണ്ട് കിടക്കുന്ന വൃക്ഷമാണ്. അതിന്റെ മുകൾ ഭാഗം പടർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇത് അത്ഭുതമാണ്. അയാൾ മുസ്ലിം ആയിരുന്നില്ല ആ സമയത്ത്, പിന്നെയും മുസ്ലിം ആയിട്ടില്ല, ഈമാനിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാൾക്കാർ നീ മതം മാറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഉപരാഗ പെട്ടുപോയി. അങ്ങനെ ഇല്ലല്ല, ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് എത്ര മനോഹരമാണ്, എന്ത് മനോഹരം! ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ എത്ര മനോഹരമായ കാര്യങ്ങളുണ്ടെന്ന് യൂട്യൂബിലും മറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. നല്ല ഖുർആൻ, നല്ല റെസൈറ്റേഷൻ അടിച്ചുകൊടുത്ത ഇഷ്ടം പോലെ. എന്ത് മനോഹരം! ചെറിയ ചെറുപ്പക്കാര് കുട്ടികളുണ്ട്, നല്ല ചെറുപ്പക്കാർ. എന്ത് മനോഹരമായ ഖിറാഅത്ത്, കൊച്ചു കുട്ടികൾ ഓതുന്നത് എന്ത് രസമാണ്. അത് കേൾക്കുമ്പോൾ ഒരു സിനിമാ പാട്ടും കേൾക്കണ്ട, പിന്നെ ഒരു മ്യൂസിക്കും വേണ്ട, ഒരു പാട്ടും പിന്നെ കേൾക്കാൻ തോന്നൂല. ഖുർആനിന്റെ മധുരം അറിഞ്ഞ ഈ ഖുർആൻ ഓതാത്തവർക്കാണ് ഈ പാട്ടിനോട് വല്ലാത്തൊരു അഭിനിവേശം കൂടുതൽ വരിക. എന്തേ? അവർ ഖുർആൻ കേൾക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യാത്തവരാണ്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് വേണം. അതാണ് ഈ പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറയുന്നത്. ഖുർആൻ അതിന് പകരമാണ് എന്നല്ല, അതിലേറെയാണ്. ആകാശ ലോകങ്ങളിലേക്ക് പിടിക്കാനുള്ള കയറാണത്രേ വിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ പാരായണം മുഅ്മിനേ, നമ്മൾ എത്രയോ നമ്മുടെ പാരായണങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ കലാം ആദ്യത്തേതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ കലാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ വിർദുകളും മറ്റു എല്ലാ സംഗതികളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ്. ഖുർആൻ ഓതുന്നവർക്കത് സാക്ഷിയാണ്. സൂറത്തുൽ ബഖറയും ആല ഇംറാനും നിങ്ങൾ ഓതേണമേ. ഫഇന്നഹുമാ തഅതിയാനിക ഗയായതൈനി, രണ്ട് മഹാമേഘപടലങ്ങൾ പോലെ ഖിയാമത്തിന്റെ ചൂടിൽ സൂറത്തുൽ ബഖറയും ആല ഇംറാനും വന്ന് തണൽ വിരിച്ചു കൊടുക്കും. അത് ഓതിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി. ഖബറിൽ കിടക്കുമ്പോൾ അദാബ് വരുമ്പോൾ ഖുർആൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണിത്, എന്നെയും കൊണ്ട് നിന്ന് നിസ്കരിച്ച ആളാണിത്, അല്ലാഹുവേ തുടരുത്. ഖുർആൻ സാക്ഷിയാണ്, ഹുജ്ജത്താണ്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ വഖാല റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഒരു നേരമുണ്ട്, റബ്ബേ എന്റെ ആളുകൾക്ക് വായിക്കാൻ ഖുർആൻ അല്ലാത്ത എല്ലാം അവർ വായിക്കുന്നുണ്ട്, ഖുർആൻ അവർ ഓതുന്നില്ല റബ്ബേ, അവർ ഖുർആൻ ഓതിയില്ല എന്ന് പുണ്യനബി റബ്ബിനോട് പരാതി പറയുമ്പോൾ അത് നമ്മെക്കുറിച്ചായി പോകരുത്. വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റമളാൻ വരുമ്പോഴേ എടുത്തു നോക്കുന്നുള്ളൂ, അതുവരെ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടത്. മഹ്ജൂർ, പൊടി പിടിച്ച് കിടക്കുകയാണ്, തുറന്നു നോക്കാൻ ആളില്ല. വാട്സപ്പ് മുഴുവൻ നോക്കും, ഫേസ്ബുക്ക് മുഴുവൻ വായിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, പിന്നെന്താ നോക്കാനുള്ളത്? ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങും. യൂട്യൂബിൽ കയറിയാൽ പിന്നെ ഇറങ്ങിപ്പോരാൻ നേരം കിട്ടുമോ? ഇങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ കലാം നമ്മൾ മറന്നു പോവല്ലേ? ഇത് നമുക്കൊരു ഉപദേശകനാണ്, ഇതൊരു ഉപദേശകനാണ്. ഹിയദ്ദുന്യാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി فلا يغرركم مني ابتسام فقولي مضحك والفعل مبكي. നമ്മുടെ മുമ്പിലുള്ള സംഗതികളെ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ബിസിയാക്കുന്ന ഒരു പക്ഷേ പത്രമായിരിക്കാം, അത് ഓൺലൈൻ ഓഫ്ലൈൻ പത്രങ്ങൾ ഒക്കെ.
പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റഗ്രാം, നമ്മുടെ വാട്സപ്പ് സംഭവങ്ങൾ, അതുപോലെ ട്വിറ്റർ, ഇങ്ങനെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ അതിൻ്റെ പിന്നാലെയാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, വാഴ് കേൾക്കാനും ഖുർആൻ കേൾക്കാനും നല്ലത് കാണാനും, ഇതൊന്നും കുഴപ്പമില്ലേ. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വണ്ടർഫുൾ, ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഏറിയ കൂറും തിന്മയുടെ വഴിയിൽ ഇങ്ങനെ വലിക്കാൻ വേണ്ടാന്ന് വിചാരിച്ച ഒരാൾ, ഞാൻ ഇനി ഹറാമ് നോക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളുടെ മുമ്പിലേക്ക് ഒരു പിക്ചർ വരുമ്പോഴേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ കയറിപ്പോയിരിക്കാം. സുബ്ഹാനല്ലാഹ്. ഇതാണ് ലോകം. ഈ ലോകം അതിന്റെ വായ നിറയെ വായ കൊണ്ട് പറയുന്നു, ഹദാരി ഹദാരി മിൻ ബതുശി വഫതികി. എന്നെ പേടിച്ചോ, എന്നെ പേടിച്ചോ. നിന്റെ മൊബൈൽ ഫോണുകൾ, നിന്റെ ഗാഡ്ജറ്റുകൾ, നിന്റെ കയ്യിലുള്ള നെറ്റ്വർക്ക്, നിനക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനും നിന്റെ അക്കൗണ്ട്, ഇതൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവാം ഇത് ആനന്ദമാണ്, ഇത് ലോകത്തിന്റെ അനിവാര്യതയാണ്, ആയിരിക്കാം ആവശ്യത്തിന്റെ തോതനുസരിച്ച്. എന്നാൽ അതിൽ കാര്യങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ മിൻ ബതുശി വഫതികി, നിന്നെ ഞാൻ പിച്ചി ചീന്തും എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വിളിച്ചു പറയുന്നുണ്ട്. എത്രയോ ഖുർആൻ ഓതിയിരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ വന്നത് നമ്മൾ ഇങ്ങനെ ബിസി ആയപ്പോഴല്ലേ? അതല്ലേ ഞാൻ നിങ്ങളെ പിച്ച് ചീന്തും കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ച്, സുന്നത്തുകൾ നിസ്കരിച്ച്, റവാത്തിബ് നിസ്കരിച്ച്, ദിക്റുകൾ ഓതി നോക്കണേ, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹും. എത്രയാണ് ഇതിന്റെ പ്രതിഫലം പുണ്യ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടുത്തല്ലേ. നിസ്കാരം കഴിഞ്ഞ് ഒരായത്തുൽ കുർസി ഓതിയാൽ, ആ ആയത്തുൽ കുർസി ഫർളിന്റെ പിന്നാലെ ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കുന്നതിനിടയിലുള്ള തടസ്സം മരണം മാത്രമാണത്രേ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ്. ഫർള് നിസ്കാരത്തിന്റെ പിറകിൽ ഒരായത്തുൽ കുർസി ഓതുന്നത്. നമുക്ക് സമയമുണ്ടോ? എഴുന്നേറ്റ് ഓടല്ലേ? ഓടാൻ. ഓടിയിട്ട് എന്താ ചെയ്യാനുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ അവിടുന്ന് എണീറ്റ് ഓടുക. എന്തേ? മുസല്ലയിൽ ഇരിക്കാൻ ഇബ്ലീസ് വിടൂല. വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാം. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വലിയ ഉഷാറിൽ പോകണ എമർജൻസി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവിടെ ഇരുന്ന് സിസ്റ്റർ വിളിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. വന്നതോ ലേറ്റായിട്ട് അവൽ ആഖിറിൽ വരും, അവൽ എണീറ്റ് പോവുകയും ചെയ്യും. എന്നിട്ട് കാര്യമായിട്ട് വന്നാൽ അവിടെ ഇരുന്ന് ഇമാമിന്റെ കൂടെ നാമ്യം പറഞ്ഞൂടെ? ചെയ്യൂല, മടിയാണ്. എന്തെന്നറിയോ? ദുനിയാവിന്റെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം വിളിച്ചു പറയുന്നുണ്ടത്രേ, എന്റെ പുഞ്ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിരിയും തമാശയും ഫിലിമുകളും വീഡിയോസും ഇത് കണ്ടിട്ട് നിങ്ങൾ നന്മയെ കുറിച്ചല്ല പറയുന്നത്, അനാവശ്യങ്ങളും തിന്മകളും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിശുദ്ധമായ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ അല്ലാഹു കാത്തുരക്ഷിച്ചു തരട്ടെ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി, വിശുദ്ധമായ ഒരു രാവിൽ, ഒളുവെടുത്ത് നബി തങ്ങൾ അവിടെ തൂക്കിയിട്ടൊരു തോൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഒളുവെടുത്തു രാത്രിയുടെ നിശബ്ദമായ സമയത്ത്. എന്നിട്ട് സൂറത്ത് ആലു ഇമ്രാനിലെ 190 മുതൽ താഴേട്ട് വരെയുള്ള ആയത്തുകൾ ഹബീബ് ഇങ്ങനെ ഓതുകയാണ്, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു അത്രേ, ദഅവത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ
ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമെന്നും അവരിൽ ചെന്നിറങ്ങി പ്രവർത്തിക്കണമെന്നും അള്ളാഹു എനിക്കൊരു ഉത്തരവാദിത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ സമയവും ആകാശലോകങ്ങളെ നോക്കി ചിന്തിച്ചിരിക്കാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന വാക്ക്. അവിടുന്ന് ആ ഒരു രാത്രി നിശബ്ദമായ ആ ഒരു രാവിൽ ഹബീബായ നബി വുളു എടുത്തുകൊണ്ട് ഓതുകയാണ് സൂറത്ത് ആല ഇമ്രാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകൾ. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ അതാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, ആയിഷ ബീവി ഹബീബായ നബിയോടുകൂടെ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കുല്ലു അംരിഹി കാന അജബാ. എൻ്റെ ഹബീബിന്റെ ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു. എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം. അന്നൊരു രാത്രി പുണ്യനബി എൻ്റെ റൂമിലേക്ക് വരികയും വുളുവെടുത്ത് വരികയും എന്നോട് പറഞ്ഞു, ദഈനി യാ ആയിഷ അതഅബ്ബദു ലിറബ്ബി. ആയിഷ, എന്നെ ഒന്ന് വിടണേ, ഞാൻ ഈ രാത്രി ഇബാദത്തിൽ മുഴുകുകയാണ് എന്ന് എന്നോട് പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നബിയേ, അങ്ങയെ വാരിപ്പുണർന്ന് കിടന്നുറങ്ങാൻ കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയാണ് ഞാൻ. എന്നാൽ അങ്ങേക്ക് ഇഷ്ടം ഇബാദത്താണെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണ് നബിയെ എൻ്റെ ഇഷ്ടം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. ഇബാദത്തിന് മുൻഗണന കൊടുത്ത മഹദിയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുസൃതികളായിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവുക കൂടുതൽ. എന്നാൽ ആ ഒരു 20 വയസ്സിന് ശേഷം വീണ്ടും ഒരു 40 കൊല്ലം കൂടെ ജീവിച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. പുണ്യനബിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടപ്പോ നബിയോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ലീ ഇലൈക ഹാജ. നബിയേ, അങ്ങയോടൊരാഗ്രഹം എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നബിയേ? പറഞ്ഞോളൂ ആയിഷ, എന്താണ് എന്നോട് പറയാനുള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും നാണിച്ചുകൊണ്ടാ പറഞ്ഞത്, ലീ ഇലൈക ഹാജ. നബിയേ, എനിക്കൊരാഗ്രഹം അങ്ങയോട് പറയാനുണ്ട്. പറയൂ ആയിഷ, എന്താണ് കാര്യം? മൂന്നാമതും ആയിഷ ബീവി അത് തന്നെ ആവർത്തിച്ചു. പുണ്യനബി പറഞ്ഞു, പറഞ്ഞോളൂ ബീവി, പറഞ്ഞോളൂ. തങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോഴാണ്. അപ്പോഴല്ലേ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു വസ്ത്രം വാങ്ങിക്കാനായിരിക്കും ആയിഷ ബീവി ഈ ഒരുക്കങ്ങൾ കൂട്ടുന്നതെന്ന്? കല്യാണത്തിന് പോവാൻ പെർമിഷന് വേണ്ടിയോ സ്വന്തം പുരക്ക് പോകാൻ ലീവ് പാസ്സാക്കാൻ വേണ്ടിയോ ആണോ ഈ ചോദിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ലീ ഇലൈക ഹാജ. നബിയേ, ഒരാഗ്രഹം എനിക്ക് അങ്ങയോട് പറയാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ? അങ്ങയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അതിന് ഇപ്പോൾ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. 20 വയസ്സിൽ താഴെ പ്രായമുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണ് താൻ ഏറ്റവും ജീവനോളം സ്നേഹിക്കുന്ന ഭർത്താവിനോട് പറയാനിടയുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എന്തായിരിക്കും ബീവി ചോദിച്ചിട്ടുണ്ടാവുക? പുണ്യനബി വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സല്ലേ പ്രായം. ആ ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഹബീബിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ, നബിയേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് 3 തവണ ചോദിച്ചപ്പോൾ പുണ്യനബിയോട് അതിന് പുണ്യനബിയുടെ മറുപടി, പറയൂ ആയിഷ, പറയൂ പറയൂ. ഉദ്ഉല്ലാഹ അൻ യസ്തഗ്ഫിറ ലീ, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ റബ്ബി. നബിയേ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ഇറക്കണേ. ആയിഷ എന്ന ഈ ചെറുപ്പക്കാരിക്ക് അള്ളാഹു പുറത്തു തരാൻ അങ്ങ് ദുആ ചെയ്യണേ എന്ന് ഹബീബിനോട് ചോദിച്ച ഉമ്മയാണ്, നമ്മുടെ ഉമ്മയാണ്, ഹബീബിന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. സന്തോഷം കണ്ട നേരത്താ ചോദിച്ചത്. ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ. ടീനേജ് പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇസ്തിഗ്ഫാറിന്റെ വഴിയിൽ ചിന്തിക്കാറുണ്ടോ? പരലോക ജീവിതത്തെ ഓർക്കാറുണ്ടോ? വിവാഹങ്ങൾക്ക്, കല്യാണത്തിന്, സൽക്കാരത്തിന് പോകുമ്പോൾ നിസ്കാരമില്ല, മേക്കപ്പ് പോകുമോ എന്ന പേടി. അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയോടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസ് സംവദിക്കുന്നത്. ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ റബ്ബി. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ഇറക്കുമോ നബിയേ? ആരാണ് പറയുന്നത്? അൽ മുബറഅതി മിൻ ഫൗഖി സബ്ഇ സമാവാത്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ആയിഷ ബീവി, നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ തെറ്റുകാരിയല്ല എന്ന് 11 ആയത്തുകളിലൂടെ ആയിഷ ബീവിയുടെ നിരപരാധിത്വം ഇറക്കിയിട്ടുണ്ട് സൂറത്തുന്നൂറിൽ. ആ മഹദിയാണ് നബിയേ. അത്വയ്യിബൂന ലിത്വയ്യിബാത് അത്വയ്യിബാതു ലിത്വയ്യിബീൻ.
വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. നല്ല മനുഷ്യന്മാർക്ക് നല്ലവരല്ലയോ ഭാര്യമാരായി കിട്ടുന്നത്? നല്ല ഭാര്യമാർക്ക്, നല്ല പെണ്ണുങ്ങൾക്ക് നല്ലവരെയാണ് ഭർത്താക്കന്മാരായി ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആയിഷ ബീവിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നുവെന്ന് മുഫസ്സിരീങ്ങൾ. ആ മഹദി ചോദിക്കുന്നു, നബിയെ പുറത്തു തരണേ. ആ വിശുദ്ധമായ കരങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, പടച്ചവനെ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, ആയിഷ ബീവിക്ക് പൊറുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, ആയിഷ ബീവിക്ക് പൊറുക്കണേ. അല്ലാഹ്. ബീവി ചിരിക്കാൻ തുടങ്ങി. അസുരിർത്തി, സന്തോഷായല്ലേ എന്ന് ചോദിച്ചു നബി തങ്ങൾ. വമാലിയ ലാ ഉസർ, എന്തുകൊണ്ട് ഞാൻ സന്തോഷിച്ചുകൂടാ നബിയേ? വഖദ് ദഅലി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ അപ്പോസ്തലനായ നബി തങ്ങളല്ലയോ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അപ്പൊ എനിക്ക് സന്തോഷിച്ചൂടെ? ആയിഷ, എന്നാ ഞാനൊരു കാര്യം അങ്ങയോട് പറയട്ടെയോ? ഒരു കാര്യം അങ്ങയോട് പറയട്ടെയോ? ആയിഷാക്ക് പൊറുക്കണേ എന്ന് 3 തവണ ചോദിച്ചപ്പോൾ ബീവി നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഓരോ രാവും പകലും കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, എന്നിൽ വിശ്വസിക്കാൻ പോകുന്ന സർവ്വ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, മുസ്ലിമത്തായ പെണ്ണിനും മുസ്ലിമായ ആണിനും റബ്ബേ പൊറുക്കണേ, മാപ്പു ചെയ്യണേ എന്ന് ഞാൻ ദുആ ഇറക്കാത്ത ഒരു രാവ് പോലുമില്ല ആയിഷ. എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു രാവ് പോലും എൻ്റെ ജീവിതത്തിലില്ല ആയിഷ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഓരോ രാവിലും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങയുമുണ്ട്. ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത മുഅ്മിനീങ്ങളുമുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്ക് വേണ്ടി ദുആ ചെയ്തു പോയിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ്, സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ നേതാവ്, വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവ്. ഖുറാ എന്ന് പറഞ്ഞാൽ ഉലമാ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. വെറും പാരായണം ചെയ്യുന്നവരെന്നല്ല, ഖുർആൻ പണ്ഡിതന്മാർ. ഖുറാ അവരുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നെഞ്ചിൽ കൈകൊണ്ടടിച്ചുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ അയ്യുൽ ആയത്തി അഅ്ളമു ഫീ കിതാബില്ലാഹ്. അള്ളാന്റെ കിതാബിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് ഉബയ്യെ എന്ന് ചോദിച്ചപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു വിനയത്തോടെ താഴ്മയോടെ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. ഉബയ്യെ പറയൂ, അയ്യുൽ ആയത്തി അഅ്ളമു, ഏത് അയ്യുൽ ഖുർആനി അഅ്ളമു, ഖുർആനിലെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പിശാചിന്റെ ബാധയേറ്റ ഒരാണോ പെണ്ണോ ഈ സദസ്സിൽ ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ ആയത്തുൽ കുർസി കേൾക്കുന്നതോടുകൂടെ അവർക്ക് ഇളക്കം തുടങ്ങും. ആയത്തുൽ കുർസിയുടെ പവർ എത്രയാണ്? അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഇടകിയിരിക്കും. ആയത്തുൽ കുർസി അത്രക്ക് ശ്രേഷ്ഠതയുള്ളതാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പിശാചിനെ മൽപിടുത്തം നടത്തിയിട്ട് ആ മൽപിടുത്തത്തിൽ പിശാചിനെ അടിച്ചു താഴെയിട്ടെന്നും അവന്റെ കൈ നായയുടെ കൈ പോലെ മെലിഞ്ഞതാണ്. അപ്പൊ ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ? മറുപടി പറഞ്ഞത് എന്താ? ഉമറേ, ഇന്നക തുക്സിറു തഖറഉ ആയത്തുൽ കുർസി, നിങ്ങൾ ഒരുപാട് ആയത്തുൽ കുർസി ഓതുന്ന ആളാണ്. അത്തരം ആളിന്റെ മുമ്പിൽ ഞങ്ങൾ ദുർബലരാണ്. റുഖ്യ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് ആയത്തുൽ കുർസി കൊണ്ടാണ്. അതങ്ങ് ശരിക്കങ്ങ് ചെയ്താൽ ഇളകേണ്ടവൻ ഇളകും, ഇറങ്ങിപ്പോണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആയത്തുൽ കുർസി ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ഖൽബിലെ യഖീൻ അനുസരിച്ചാണ്, അത് പറയേണ്ടതില്ലേ. കാസറ്റ് വെച്ചിട്ടോ യൂട്യൂബിൽ ഓതിയിട്ടൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ യഖീനോടുകൂടെ അങ്ങ് ഓതിയാൽ അതിൻ്റെ ഫലം കണ്ടിരിക്കും. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരായത്താണത്. 9
ജുംലകളാണ്, ഒറ്റ ആയത്താണ്. അതിനിടക്കൊക്കെ വഖഫുണ്ട് എന്ന് മാത്രം. ഒറ്റ ആയത്താണ് ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ല വഹുവൽ അലിയ്യുൽ അദീം വരെ. ഇതാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് നെഞ്ചിൽ നബി തങ്ങൾ കൈകൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞത്, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, അബുൽ മുൻദിറെ നിങ്ങൾക്ക് ഇൽമിന്റെ മഹത്വം അല്ലാഹു നൽകട്ടെ. നെഞ്ചിലടിക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഹാനായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളുണ്ട്, കുമ്പോൽ തങ്ങൾ എന്നറിയപ്പെടുന്ന, ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഉദ്ധരിക്കാറുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങളുടെ അടുത്ത് ചെന്ന ഒരടി